ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചത്തെ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശനിയാഴ്ച അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കുറച്ച് ദിവസമായില്ലേ വ്ളോഗുകളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. എനിക്കത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സമയം കുറച്ച് വൈകിയിട്ടുണ്ട്, കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് സമയമായി. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ ഇന്നത്തെ സ്പെഷ്യലുണ്ട്. ഇന്ന് കുറച്ച് മീനുണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് കടിക്കൊക്കെ വേണം. അത് മാത്രമല്ല, ഇന്ന് സ്പെഷ്യൽ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്നും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ മിക്കവാറും എല്ലാം വ്ളോഗ് എടുക്കാൻ ചാൻസ് കൂടുതൽ. ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞൊരു വ്ളോഗ് എടുക്കുമ്പോൾ അതിന് എന്തോ ഒരു എനർജിയാണ്. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായി ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാൻ തലേന്ന് രാത്രി ഞാൻ വിചാരിക്കും നാളെ വ്ളോഗ് എടുക്കണം. പക്ഷേ എന്തോ മടി പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ എനിക്ക് മടിയായിട്ടുണ്ട്. രാവിലെ എഴുന്നേക്കാൻ പാട്, അതേപോലെ വ്ളോഗ് എടുക്കാൻ പാട്. ഒന്നും കൊണ്ടും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇച്ചിരി താമസിച്ചിട്ടായിരിക്കും മിക്കവാറും എഴുന്നേൽക്കുന്നത്. പിന്നെ വെപ്രാളം പിടിച്ച കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വ്ളോഗ് എടുക്കുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പരമാവധി മാറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ട, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി സാവധാനം ജോലികൾ തീർത്താൽ മതിയല്ലോ എന്നുള്ള ധാരണയിൽ ഞാൻ പിന്നെ എന്തായാലും വ്ളോഗ് എടുക്കാം. അപ്പം നാളെ ഞായറാഴ്ച ദിവസം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞായറാഴ്ച പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇന്ന് ഞാൻ കറികളും ചോറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കും ഉണ്ട്. അപ്പോൾ അന്നേരം പിന്നെ പ്രത്യേകിച്ച് കറികളോ ഒന്നും ചെയ്യാനോ എടുക്കാനോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാവിലെ വ്ളോഗ് എടുക്കാനായിട്ട് കയറിയതാണേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽന്ന് ഞാനൊരു വ്ളോഗിൽ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് എനിക്ക് ഇച്ചിരി ചക്ക കിട്ടി. ഞങ്ങളുടെ ചക്ക എന്ന് പറയുന്നത് എവിടുന്നാണ് വന്ന വഴി എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി ചക്കയെ കിട്ടിയുള്ളൂ. ഏകദേശം ഒരു 5-6 ചുള കാണും, അതിൽ കൂടുതലൊന്നുമില്ല. എങ്കിലും ആവട്ടെ, നമ്മൾ ഈ ആണ്ടിലൊരിക്കൽ കിട്ടുന്ന ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചക്ക സീസൺ അല്ല, പക്ഷേ ഇത് എന്ന് പറയുന്നില്ലേ, ചെറുപ്പത്തിലേ കായ്ക്കുന്ന പ്ലാവില്ലേ, അതിനകത്ത് നിന്ന് എന്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇച്ചിരി ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കൂട്ടാൻ വെച്ചിട്ട് കുറച്ച് അച്ഛനും കൂടെ കൊടുത്തു വിടണം. അച്ഛനും കൊടുക്കണം. കാരണം അച്ഛനാണ് ഇത് കൊണ്ടുവരുന്നത്. അച്ഛന് വേണ്ടിയാണ് ഇത് സാധനം, ഈ ചക്ക കിട്ടിയത്. അപ്പോൾ നീ കറി വെച്ചിട്ട് കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അത് കറി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്ന് രാത്രി എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് നുള്ളിപ്പറക്കിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് അതൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അത് നേരെ തന്നെ കുക്കറിൽ ഇച്ചിരി ഉപ്പും അതേപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ അങ്ങ് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്, വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഒട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 തികച്ച് 10 ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. അതേപോലെ അത്രയും ഉള്ളായിരുന്നു ചുള. പക്ഷേ മടൽ തോനെയുണ്ട്, കാരണം അതിൽ ചുള കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഇന്നലെ ഞാൻ അപ്പമായിരുന്നു ചുട്ടിരുന്നത്. അപ്പോൾ അത് അപ്പത്തിൻ്റെ കല്ലിൽ തന്നെ ആയിരുന്നു ഞാൻ അപ്പം ചുട്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വ്ളോഗുകൾ കാണുന്നവർക്കറിയാം, എൻ്റെ മൂത്തവന് അപ്പച്ചട്ടിയിൽ ചുടുന്ന അപ്പം ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. അപ്പോൾ അയാൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, അമ്മേ ദോശക്കല്ലിൽ ചുട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഞാൻ ദോശക്കല്ലിൽ തന്നെ ആക്കി ഇന്ന്. അപ്പോൾ ഒരടുപ്പിൽ അപ്പവും ചുടുന്നുണ്ട്, ഒരടുപ്പിൽ ചക്കയും വേവുന്നുണ്ട്. അപ്പോൾ ചക്ക വെന്തതിന് ശേഷം വേവുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് തേങ്ങയിൽ വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് വെച്ചിരുന്നു. എനിക്ക് ഈ ചക്ക എന്ന് പറയുന്നത് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല. എനിക്ക് ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അതിന് വയറ് കയറി പെരുകിയിരുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതും 2-3 ദിവസം പോയി എനിക്ക് ഇഞ്ചക്ഷൻ എടുത്താലേ മാറൂ എന്ന രീതിയാകും. അതുകൊണ്ട് ചക്ക എന്ന് പറയുന്ന സാധനം ഞാൻ കൂടുതൽ അടുപ്പിക്കാറില്ല. പക്ഷേ ആണ്ടിലൊരിക്കൽ കിട്ടുമ്പോൾ ഒരു ചെറിയ കൊതി, അത് ഒരു വട്ടം, പിന്നീട് ആ കൊതി വരത്തില്ല. അപ്പോൾ ഇത് പക്ഷേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ഒരു ശകലം ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നുന്നത് ഞാൻ ഇതിട്ടുള്ളൂ.
എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണാം ഒരു ശകലേ ഞാൻ എടുത്തിട്ടുള്ളൂ, പേരിന് വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചക്ക വേവിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. ചക്ക നേരത്തെ വേവിച്ച് വെച്ചു ഞാൻ, കാരണം അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ചക്കയ്ക്ക്, അതുകൊണ്ട് ഞാൻ നേരത്തെ അതങ്ങ് വേവിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് പാത്രങ്ങൾ, അന്നേരത്തെ കുറച്ച് പാത്രങ്ങൾ, നമ്മുടെ അപ്പത്തിൻ്റെ പാത്രങ്ങൾ, അതേപോലെ ചക്കയ്ക്ക് അരച്ചത്, അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അതൊന്ന് കഴുകി വെച്ച്, കൈയോടെ അതെല്ലാം അങ്ങ് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ പാത്രങ്ങൾ ഒരുപാടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് പറക്കി മാറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ അന്നേരം ക്ലീൻ ചെയ്ത് പോകാമെങ്കിൽ അത്രയും പാടില്ല. അതിനുശേഷം ഞങ്ങൾ അപ്പവും കടലക്കറിയായിരുന്നു. കടല ഇന്നലെ വെച്ചതാണ്, എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം. ഇന്നലെ ഞങ്ങൾ കടലക്കറി അപ്പമായിരുന്നു. അപ്പോൾ അത് ഞാൻ തോനെയും വെച്ചു, 2 ദിവസത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് വെച്ചേക്കും. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്കത് മതിയല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരുന്നു. അന്നേരം അത് ചൂടാക്കി എടുത്തതാണ് ഇന്നത്തത്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കാപ്പിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് മീൻ മേടിച്ചിരുന്നു, നമ്മളെ പൊടിച്ചാളയും അതേപോലെ പിന്നെന്താ ഇതിന് പറയുന്നത്, കൊഴിയാള എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊഴിയാള എന്നാണ് പറയുന്നത്. കൊഴിയാള അല്ലെങ്കിൽ കൊളയിലിയോ അങ്ങനെ എന്തോ പേര് പറയും. അപ്പോൾ അതും കണ്ടിച്ചായിരുന്നു. അപ്പം ഞാനത് പൊടിച്ചാള എടുത്ത് ഞാനൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചു, ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിനുശേഷം മറ്റേത് കൂട്ടാൻ വെക്കാനായിട്ട് വെച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ അറിയായിരിക്കും കുറച്ച് എൻ്റെ വ്ളോഗുകൾ കാണുന്നവർക്കറിയാം. ഇപ്പം ഞങ്ങൾക്ക് കോഴിയുണ്ട്, ഞാൻ കുറച്ച് കോഴിയെ വാങ്ങിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കോഴിയെ വാങ്ങിച്ച് നിർത്തിയതല്ല, ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ആ കോഴിക്ക് തീറ്റ കൊടുക്കും രാവിലെ. അതിന് രാവിലെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതവിടെ കിടന്ന് ബഹളമായി, പിന്നെ അങ്ങോട്ട് കൊത്തുകൂടലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബഹളമാണ്. അവർക്ക് കൃത്യമായിട്ട് കൊടുത്തില്ല, കൃത്യസമയത്ത് അവർക്കൊരു സമയമുണ്ട്. നമ്മളെന്ന് രാവിലെ 8 മണിക്ക്, ഞാൻ 8:30 ആകുമ്പോഴത്തേക്ക് കൊടുക്കും. 8:30 കഴിഞ്ഞ് പിന്നെ അവരവിടെ ഒരു ബഹളം നടത്തി കൂട്ടും. ആ കൂട് വരെ തല്ലി പൊളിച്ച് വെളിയിൽ ഇറങ്ങി വരും എന്ന രീതി എനിക്ക് തോന്നും. അമ്മാതിരി അവിടെ ബഹളമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചുണ്ട്, ഏകദേശം ഒരു 9:30-10 മണിയോളം ആവുന്നുണ്ട്. ഞാനിപ്പോൾ ആഹാരം കൊടുക്കാൻ വന്നപ്പം. കാര്യം ഞാൻ അടുക്കളയിലെല്ലാം ഒരുവിധം ഒതുക്കിയിട്ട് വെളിയിലോട്ട്, സാധാരണ ഞാൻ അങ്ങനെയാണ് ഒതുക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. അപ്പോൾ മീനൊക്കെ കണ്ടിച്ച് സെറ്റാക്കി, മീൻ വറുക്കാനുള്ളതും വെച്ചു. ഇനി ഞാനൊന്ന് പോയി ഒന്ന് കുളിക്കട്ടെ. മീൻ കണ്ടിച്ചല്ലേ, ഒന്ന് കുളിച്ചിട്ട് അവർക്ക് 11 മണിക്ക് ട്യൂഷനുണ്ട്, ട്യൂഷനും ഉണ്ടാക്കണം. കൊണ്ടാക്കിയിട്ട് വന്നേ മീൻകറി വെക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി അന്നേരം കാണാം. ട്യൂഷനും ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ പിള്ളേരെ എല്ലാം പോയി ട്യൂഷന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന്. ഇപ്പം നോക്കണ്ട, ഞാനൊരു റീൽ ചെയ്തു എൻ്റെ ഇടയിൽ കൂടെ റീൽ ചെയ്തതിൻ്റെ ലുക്കാണിത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മീൻ കറിയാക്കാം. മീൻ കണ്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ വന്ന് അരി വെന്തായിരുന്നു, അരി അടച്ചിട്ടിട്ടാണ് ഞാൻ റീലെടുക്കാൻ പോയത്. ഇനി മീൻകറി വെക്കണം, അതേ ഉള്ളു ജോലി. അപ്പം നമുക്ക് പോയി മീൻകറി വെക്കാനുള്ള പരിപാടിയിലേക്ക് നടക്കാം. ആദ്യം ഈ കമ്മലൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് നമുക്ക് മീൻകറി വെക്കാനായിട്ട് പോകാം. അപ്പോൾ പിള്ളേരെ വിട്ടിട്ട് വന്ന് നേരെ ഞാൻ മീൻകറി സെറ്റാക്കിയായിരുന്നു. ഈ സമയത്താണ് അച്ഛൻ ചക്ക എടുക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പം പിന്നെ അച്ഛൻ്റെ അടുത്ത് ചക്കയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ മൊബൈൽ ചാർജ് ഇല്ലാഞ്ഞ് കുത്തിയിട്ടായിരുന്നു.
ആ സമയത്ത് ഞാൻ വീഡിയോയുടെ കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി, മീൻകറി വെക്കുന്ന കാര്യം എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും മീൻകറി ഞാൻ സ്ഥിരം വെക്കുന്നതാണ്. കാരണം എൻ്റെ വീഡിയോസ് മുമ്പേ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ വെക്കുന്ന രീതി വെറൈറ്റി ആയിട്ട് ഒരുപാട് വട്ടം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താ തേങ്ങയിലും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കുന്ന ആ ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് അടപ്പയിലോട്ട് വെച്ചതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരെ തൂത്തുവാരുകയാണ് ചെയ്തത്. അവർ വീട്ടിലില്ലാത്ത സമയത്ത് തൂക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തൂത്ത് മാറ്റുന്നത് ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും വകയാക്കിയിടും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ അവരില്ലാത്ത സമയം നോക്കി തന്നെ അടിച്ച് തൂത്ത് വാരിയിടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷമേ ഞാൻ ഇന്നലെ രാത്രി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രി ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിരുന്നു, തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു. അതുകൊണ്ടൊന്ന് തൂത്താൽ മാത്രം മതിയായിരുന്നു. പിന്നീട് അതിന് ശേഷം നേരെ ഞാൻ പോയി. അപ്പോഴത്തേന് സമയം ഏകദേശം ഒരു 12:30 പിന്നെ അധികം താമസിച്ചില്ല. 12:30-12:45 പിന്നെ താമസിച്ചില്ല. കാര്യം പിള്ളേരെ പോയി വിളിക്കാൻ പോകണമല്ലോ. അതുകൊണ്ട് പിന്നെ താമസിക്കാൻ നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ മസാല തേച്ച് വെച്ചിരുന്ന മീനെല്ലാം കൂടി അടപ്പയിലേക്ക് വറുക്കാനായിട്ട് അങ്ങ് വെച്ചു. അതിനുശേഷം ഇന്നലത്തെ കുറച്ച് കോവയ്ക്ക വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, കോവയ്ക്ക വിഴുക്കുവരട്ടി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വിഴുക്കുവരട്ടി വെച്ചെങ്കിൽ ഒരാളും എടുത്തിട്ടില്ല. ഇന്നലെ രാത്രി അത്താഴം എന്ന് പറയുന്നത് ആരും ഒന്നും അങ്ങനെ കഴിച്ചില്ല. ഇന്നലെ എന്തോ പറ്റി, ഇന്നലെ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ അതും ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം പിന്നെ അതും കൂടി എടുത്തങ്ങ് ശരിയാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ അടുക്കള പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ മീൻ അടപ്പയിരിക്കുകയാണ്, മീൻ വറക്കുന്നതും അടപ്പയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മീൻകറി അടപ്പയിരിക്കുന്നു. നമ്മുടെ മീൻ വറക്കാനുള്ളതും അടപ്പയിരുന്ന് ആവുകയാണ്. അപ്പോൾ ഇനി 1 മണിയാകുമ്പോൾ പിള്ളേരെ പോയി വിളിക്കണം. അപ്പോൾ അതിനുമ്പ് വറുത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വരുമ്പോഴേ വിശക്കുന്നു എന്ന് പറഞ്ഞ് എന്നായിരിക്കും ഓടി വരുന്നത്. അപ്പം വറുത്ത് വെച്ചിട്ട് പോകാമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻ സെറ്റാവുന്നുണ്ട്. ഇത് ഇന്നലത്തെ ഇച്ചിരി കോവയ്ക്കാണ്. ഇന്നലെ തോരൻ വെച്ച കോവയ്ക്കാണത്. ആരും കഴിച്ചില്ല. അപ്പോൾ മീൻ വറുത്തത് റെഡിയായി. നമുക്ക് അടച്ച് വെക്കാം. കോവയ്ക്ക് അടച്ച് ഇന്നലത്തെ ഒരു ഇച്ചിരി ചമ്മന്തി ഇരിപ്പുണ്ട്. അപ്പോൾ അതും നമുക്ക് എടുക്കാം. അപ്പോൾ ക്ലീനിങ് ഇന്നലെ ഞാൻ തുടച്ചിട്ടതാണ്. ഇന്നലെ വൈകിട്ടാണ് തുടച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തൂത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അവരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണാം. അതിനുശേഷം ഞങ്ങൾ നേരെ ആഹാരം കഴിക്കാമായിരുന്നു. വന്ന ഉടനെ തന്നെ ആഹാരം കഴിക്കാനിരുന്നത്. അപ്പോൾ ഇന്ന് മീൻ കൂട്ടാനുണ്ട്. ചക്ക കണ്ടോ, ഞാൻ ഒരു ഇച്ചിരി കൂട്ടാനേ എടുത്തിട്ടുള്ളൂ. അതേപോലെ ഇന്നലത്തെ ഒരു ഉണക്കമീൻ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ചാള വറുത്തതും ചമ്മന്തിയും കോവയ്ക്ക വിഴുക്കുവരട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൂടി കൂട്ടി ഇന്നൊരു ഊണ് തന്നെ ആയിരുന്നു. പിന്നെ വിച്ചു കുറച്ച് രാവിലത്തെ കടലക്കറി ഇരുന്നതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 3 പേരും കൂടി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഏറ്റവും വലിയ ജോലി ഇനിയാണ്. കുറച്ച് ദിവസമായി ഞാൻ തുണി കഴുകി കൊണ്ടുവന്ന് ആ കസേരയുടെ മേളിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ കിടക്കുന്ന ചുമന്ന മെത്തയിട്ട കട്ടിലില്ലേ, അതെന്ന് പറയുന്നത് സൈഡിലോട്ട് നീക്കിയിട്ടിരുന്നു. അതിട്ടിരുന്ന സമയത്ത് തുണി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ മേളിലങ്ങ് ഇടുമായിരുന്നു. അപ്പം മടക്കിയില്ലേലും പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങ് കൊണ്ടിടുമായിരുന്നു. പക്ഷേ നോക്കിയപ്പം നമ്മുടെ ആ മുറിയെ വൃത്തികേടാവുന്നു. ഈ തുണി കൊണ്ടുവന്ന് ഇങ്ങനെ കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാറ്റി ഇനി നീക്കിയിട്ട് അത് വിച്ചുവിന് കിടക്കാനുള്ളൊരു സൗകര്യം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും തുണി ഇങ്ങനെ വരില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ആ കസേരയുടെ മേളിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കസേരയിൽ വെക്കാൻ സ്ഥലമില്ലാതാകും. അതുകൊണ്ട് കൈയോടെ ഞാനങ്ങ് മടക്കി വെക്കാനിരുന്നു. എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ, വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. വീട് വൃത്തിയായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് മാറും. എല്ലാവരും പൊതുവേ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഇത് അടുക്കി പറക്കി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ മോൻ്റെ പഠിപ്പീരും കൂടി നടക്കുന്നുണ്ട്. വേണം എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നാളെ ഒരു എക്സാമും കൂടി ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മടക്കി വെക്കലും നടക്കുന്നുണ്ട്. ഹലോ, അപ്പോൾ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. വൈകിട്ട്
ഇവിടെ തൂക്കുക വാരുക, പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല, വിളക്ക് കത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റിലേക്ക് അറിയിക്കാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.